തിരുവനന്തപുരത്തിൻ്റെ കാതലായ ഭാഗം മണ്ണന്തല വാർഡിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ചെമ്പഴന്തി ഉദയനാണ് നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത്. എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചരണവും അതിൻ്റെ ഒരു വൈബും ആവശ്യത്തിൽ? വളരെ 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 ഭംഗിയായി ഉഷാറായി പോവുകയാണ്. എങ്ങനെയാണ് ശക്തമായ പോരാട്ടമാണെന്ന് പറയുന്നത്? യു ഡി എഫിൻ്റെ കയ്യിൽ നിന്നും ഈ വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണോ ലക്ഷ്യം? UDFിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് സ്ഥിരമായി മാറി മാറിയാണ് LDF UDFും ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. ഒരു BJPയുടെ ഒരു കടന്നുവരവ് എങ്ങനെയായിരിക്കും? BJP കടന്നവർ വളരെ എൻട്രി വളരെ ക്ലീനാണ് അവിടെ. കാരണം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ്. തിരുവനന്തപുരം നഗരസഭയിൽ MC റോഡിലേക്കുള്ള പ്രവേശന കവാടമാണ് മണ്ണന്തല. നമ്മൾ MC റോഡിലൂടെ സഞ്ചരിച്ച് വരുമ്പോൾ നമ്മൾ ഒരു അനന്തപുരിയുടെ ഭാഗത്തേക്കാണ് കടക്കുന്നതെന്നൊരു തോന്നൽ ഇതുവരെയുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, വെള്ളക്കെട്ടും റോഡുകളും എല്ലാം തകർന്ന് വികസനം ഇതുവരേക്കും വന്നിട്ടില്ല. കാലാകാലങ്ങളിൽ ജയിക്കും, പിന്നെ തുടർച്ചയായിട്ട് വേറൊരാൾ ജയിക്കും, പിന്നെ അടുത്ത ആൾ ജയിക്കും. പക്ഷേ BJP ചെറിയ വോട്ടുകൾക്കാണ് ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത്. ഒരു 200-300 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ് പല തിരഞ്ഞെടുപ്പിലും. അപ്പോൾ കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം നഗരസഭയിൽ നഗര ഭരണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള നടപടികളിൽ അതിശക്തമായി BJPയുടെ തുടക്കത്തിൽ 35 കൗൺസിലർമാർ, അത് അവസാനിക്കുമ്പോൾ 2 പേര് മരണപ്പെടുമ്പോൾ 33 കൗൺസിലർമാരുടെ വലിയ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. അത് അവരവരുടെ വാർഡുകളിലേക്കുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല, അത് മാത്രമായിരുന്നില്ല. ഈ നഗരസഭയിൽ ആകെ വികസനം ഉണ്ടാവണം. അനന്തപുരി, ആ അനന്തപുരി ഏറ്റവും നല്ല നഗരസഭയായി മാറണം, കോർപ്പറേഷനായി മാറണം. അതിനുള്ള ഒരു ജനവിധി ജനങ്ങളിൽ നിന്ന് നേടുക, അത് വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് അത് പ്രാവർത്തികമാക്കുക എന്നതാണ് NDA ഇവിടെ തീരുമാനം. നിരവധിയായ വികസന പദ്ധതിയുണ്ട്. വികസനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വീടുകളുണ്ട്, നല്ല വില കൂടിയ വാഹനങ്ങളുണ്ട്, ഏറ്റവും കൂടുതലും നല്ല തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ സഞ്ചാരയോഗ്യമായ റോഡുകളൊന്നും തന്നെയില്ല. അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ച് ഈ വാർഡ് ഒരു പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും കുറവുള്ള വാർഡായി നിൽക്കുകയാണ്. ഇപ്പോൾ നഗരസഭ കൗൺസിലർ മാത്രമല്ല, ഇവിടെ MLA ഉണ്ട്, നമ്മുടെ പാർലമെൻറ്റ് MP ഉണ്ട്, സംസ്ഥാനത്തിൻ്റെ വേറെ പല ഫണ്ടുകളും വിനിയോഗിക്കാം. നഗരസഭയ്ക്ക് തന്നെ ഇത് ഓൺ ഫണ്ടിൽപ്പെടുത്തി പല വർക്കുകളും ജനങ്ങളുടെ ഈ ദുരിതപൂർണമായ ചെയ്യാം, പക്ഷെ ചെയ്യുന്നില്ല. ജനജീവിതം മെച്ചപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ പോലെ നല്ല വീടുകളുണ്ട്, നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യമാണ്. അപ്പോൾ ജനജീവിതം മെച്ചപ്പെടുന്നുണ്ട്. ജനജീവിതം അവരൊരു സ്വകാര്യ ജീവിതം, ഒരു പക്ഷേ തൊഴിൽ ഉണ്ടാവാം, എന്തെങ്കിലും തൊഴിൽ നല്ലൊരു എല്ലാവർക്കും ഇല്ല, കുറച്ച് ആൾക്ക് വീട് ഇനിയും ഇവിടെ ടാർപ്പ കെട്ടിക്കിടക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും ഒരു സാധാരണ ജീവിതം കൊണ്ടുപോകുന്ന ഒരു വാർഡാണ്. കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ, കാരണം നമ്മുടെ നാലാഞ്ചിറയും തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ അടുത്തായതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ നിർത്തില്ല, സ്കൂൾ വാഹനം പോലും വരുന്നില്ല. ഒരു ഓട്ടോ പോലും ഈ വാർഡിൻ്റെ പല റോഡുകളിലും, ഒന്നല്ല എല്ലാ റോഡുകളിലും വരാൻ മടിക്കിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡ് എന്ന് പറയുമ്പോൾ റോഡ് പണികളെല്ലാം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇനി BJPയുടെ മുന്നിലുള്ള കടമ്പ? എന്താണ് ഇനി? റോഡില്ല. അതുമാത്രമല്ല, ഈ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം സാധാരണക്കാരന് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഇവിടെ അത് പലർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഞാനൊരു വാർഡിൻ്റെ കൗൺസിലറാണ്. അപ്പോൾ ഞാൻ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള കൗൺസിലറാണ്. അതിന് റെക്കോർഡ്സ് ഉണ്ട്, മിനിറ്റ്സ് ഉണ്ട്. പക്ഷേ അത് മണ്ണന്തല വാർഡിൽ പലർക്കും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ വികസനം എന്ന് പറയുമ്പോൾ റോഡ് മാത്രമല്ല, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള 1 by 1 ആയിട്ട് ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ ഇന്നേ വരെ വികസനം നടന്നിട്ടില്ല. ആ തരത്തിലുള്ള ഒരു വികസനമാണ് വരേണ്ടത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. ജനങ്ങൾ വളരെ സ്വീകാര്യതയോട് കൂടിയിട്ടാണ് എന്നെ കാണാനും എന്നോട് സമ്മതിക്കാനും ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ 5 വർഷക്കാലം എൻ്റെ വാർഡിൽ നടത്തിയിട്ടുള്ള
ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ, വാർഡിൻ്റെ ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ, എനിക്ക് ജനങ്ങൾ തന്നിട്ടുള്ള വലിയൊരു അംഗീകാരം, അവിടെയുള്ള ആളുകൾ പുറത്തു കൊടുത്തിട്ടുള്ള ഒരു അഭിപ്രായമാണ്, ഒരു സന്ദേശമാണ് മണ്ണന്തലയുടെ ഓരോ വോട്ടറുടെ മനസ്സിലും ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുക. അവരിങ്ങോട്ട് പറയുകയാണ്, ഞങ്ങൾക്കറിയാം അവിടെ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ജനാധിപത്യപരമായി നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ 5 വർഷം ചെയ്തതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് ഞാൻ അവിടുന്ന് മാറി ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും മത്സരിക്കാൻ വരുമ്പോഴും ഇവിടെ അതുണ്ട്. ഒരുപക്ഷെ അവിടെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു സപ്പോർട്ട് എനിക്കൊണ്ടൊരു നമ്മൾ കഴിഞ്ഞ 5 വർഷം ചെയ്തതിൻ്റെ ഒരു അംഗീകാരം, ആ ഒരു മനസ്സിന് ഒരു സന്തോഷം നമുക്കുണ്ട്. അത് വോട്ടായി മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ആ പ്രതീക്ഷ ധന്യമാവട്ടെ. M5 ന്യൂസിൻ്റെ ആശംസകൾ. താങ്ക് യു.